ഹലോ എല്ലാ കൂട്ടർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ സ്കൂളിലേക്കൊക്കെ മക്കളാക്കിയതിന് ശേഷം അങ്ങനെ വരികയാണ് കേട്ടോ. എന്നിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് തുടയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല. കാരണം എന്നല്ലൊക്കെ നമ്മൾ തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ട് തന്നെയാണ്. പിന്നെ കാര്യമായിട്ട് ചളികളും ഒന്നുമില്ല കേട്ടോ. ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുക, ഒന്ന് അടിച്ചു വാരിയിട്ടാൽ തന്നെ നല്ല നീറ്റായി തന്നെ കിടക്കും. അടുക്കളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കുകയും ചെയ്ത് അതിൻ്റെ പാത്രങ്ങളും പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്നാണ് കേട്ടോ ക്ലീനിങ് തുടങ്ങുക, ഒന്ന് അടിച്ച് വരിക. പിന്നെ ഏതെങ്കിലും വല്ല മനുഷ്യന്മാരും വരികയാണെന്നുള്ള അന്നൊക്കെ ആകെ എന്താ പറയുക, ആകെ പരന്ന് കിച്ചറായി കിടക്കുക. ഒന്ന് വൃത്തിയിൽ മെനയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നൊരു മനുഷ്യന്മാരിട്ട് കാണില്ല. അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ അതാ ഞാൻ സോഫയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചു കൊടുക്കുകയാണ്. സോഫ കിടക്കണ വീതിയും അതേപോലെ കിടക്കണ വീതിയും ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചാൽ തന്നെ പകുതി വൃത്തിയാട്ടോ. അങ്ങനെ നമ്മളെ അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാക്കുമ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് അടുപ്പിൽ വെണ്ണൂറൊക്കെ ഒന്ന് വേരിയാണ്. അങ്ങനെ വെണ്ണൂർ വാരലൊക്കെ അവിടെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധ വേറൊരു സംഭവത്തിലേക്ക് തിരിഞ്ഞത് കേട്ടോ. ഇത് ഞങ്ങൾക്ക് കാട്ടി തന്നിട്ടില്ല. ഇത് ചപ്പാത്തി പലകയാണ് കേട്ടോ സംഭവം. എന്താ പറയുക, ഇത് ഞങ്ങളൊരു ദിവസം ഗുരുവായൂർ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ സംഭവം? അങ്ങനത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ട് വെച്ചെങ്കിൽ ഇതിന് എത്ര കൊടുത്തിട്ടാണ് നിങ്ങൾ വാങ്ങിയതെന്നൊന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി വില അറിയുന്നില്ല വെച്ചെങ്കിൽ ഒന്ന് ഗസേലും ചെയ്യട്ടോ. ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഇതിന് എത്ര രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയതെന്ന്. അങ്ങനെ നമ്മൾ അടുപ്പിൽ വെണ്ണൂറൊക്കെ വാരിയിട്ടുണ്ട്. അതിന് ശേഷം ഇതാക്കണു അടുപ്പും കണ്ണിയൊക്കെ നന്നായിട്ട് നല്ല തുടച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ അഴുക്കുള്ള അടുപ്പൊക്കെ ഒന്നുകൊണ്ട് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം തീയൊക്കെ ഒന്ന് പിടിപ്പിക്കുകയെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അതാ ഒക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേഗം തീ പിടിപ്പിക്കട്ടെ കേട്ടോ. കാര്യമൊന്നും ചോറൊന്നും വെച്ചിട്ടില്ല. പിന്നെ ചോറും കറിയൊക്കെ ഇനി വെച്ചിട്ട് വേണം. അപ്പോൾ കുറച്ച് മോരുകറി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇന്നലത്തെ. അതും പിന്നെ അതിൽക്കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, വെറും കറി പോരല്ലോ. നമുക്ക് കറി വെക്കാൻ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. എന്താണ്, വത്തള മീനുണ്ട്, നമ്മളെ മത്തിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ചിന്നുട്ടിക്ക് മീൻകറി തിന്നാൻ വലിയ പൂതിയൊന്നും അല്ലല്ലോ. മീൻ കൂട്ടാൻ കൂട്ടിയിട്ട് ഇത്തിരി ചോറിനണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് മീൻ വാങ്ങാമെന്ന്. അപ്പോൾ മത്തിയുണ്ട്, കുറച്ച് വത്തളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മത്തി ഇട്ടിട്ട് കറിയും വയ്ക്കുക, വത്തളിട്ടിട്ട് വറക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വത്തള മീൻ നന്നാക്കുമ്പോൾ ഞാൻ നമ്മളെ ചട്ടിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കലില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ പിന്നെ അതിനൊരു തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വത്തള മീൻ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം മത്തി നന്നാക്കാൻ കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പൂച്ചാളും ഒപ്പം നിന്നിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. വേസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വത്തളുടെ തലയൊന്നും ഓൽക്ക് വലിയൊരു ഇര പോരുന്നില്ല. ഓൽക്ക് കിട്ടണമെന്ന് വെച്ചെങ്കിൽ നല്ല മത്തീൻ്റെ തലയും അതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ പൂച്ചാൾക്ക് വയറെന്നറിയുള്ളൂ മക്കളെ. അപ്പോൾ ഇപ്പോഴത്തെ പൂച്ചാൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇര പിടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല തോന്നുന്നു. നമ്മളെന്താ കൊടുക്കണോ അത് കഴിക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ള ഇര പിടിക്കലും കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ കാണാറില്ല കേട്ടോ. എൻ്റെ കണ്ണിലങ്ങനെ കാണലില്ല. എന്താണ് പരിപാടി എന്നറിയില്ല. ഇപ്പം ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കണ അത് മുഴുവൻ കഴിക്കും. അല്ല ഇനിയിപ്പോൾ നമ്മൾ വേസ്റ്റ് ഇല്ലാത്ത മീനാണ് കടയിൽ നിന്ന് കഷ്ണ മീനൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു മാറ്റും ചെയ്യും ഗൈസ് പൂച്ചകൾ. അതായത് കട്ട് തിന്നും. അപ്പോൾ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ അതാ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കറി വയ്ക്കാനുള്ളത് കറി വയ്ക്കുക, വറക്കാനുള്ളത് വറക്കൊക്കെ ചെയ്യട്ടെ. വറക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണു വത്തളാണ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കുറച്ച് നാരങ്ങ നീരും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ കാട്ടിയതാണ് നമ്മളെ മീൻ വറക്കലൊക്കെ. പിന്നെ എന്താ വെച്ചാൽ വീട്ടമ്മമാർക്ക് ഇപ്പോൾ അതൊക്കെ തന്നെയല്ലേ കാട്ടിത്തരാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
പിന്നെ എന്താ ചിന്നുട്ടീൻ്റെ ഇഷ്ടപ്രകാരം ഒരു മത്തിക്കൂട്ടാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണം ഞാനൊരു മൺചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവ കഴിഞ്ഞാൽ നമ്മൾ മീനിൻ്റെ ആ ഒരു മത്തിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമല്ലേ. ഒരു മീനിൻ്റെ മണം കൂടുതലായിട്ട് മുന്നിക്ക് എടുക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ മത്തി. അപ്പോൾ അതിൻ്റെ മണങ്ങളൊക്കെ നല്ലോണം കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഉലുവ ചേർക്കണത് കേട്ടോ. പിന്നെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിട്ട് വഴന്ന് വരട്ടെ കേട്ടോ. പിന്നെ ഈ സവാളയൊക്കെ ഒന്നുകൊണ്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നും ഒന്നിച്ചാണ്ട് ഇട്ട് കൊടുക്കണില്ല, കുറച്ച്. പിന്നെ പറഞ്ഞത് ഓക്ക് മീൻകൂട്ടാൻ മുക്കി കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മീൻകൂട്ടാനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ വല്ലാതെ മസാലപ്പൊടിയൊന്നും കൂടുതലൊന്നും ഇടാതെ കുട്ടികൾക്ക് വലിയൊരു എരിവ് പറ്റൂലല്ലോ. ഓൾക്ക് ഇങ്ങനെ ആ സ്പൂൺ കൊണ്ട് കോരി കുടിക്കണം ചിലപ്പോഴൊക്കെ, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഞാൻ വല്ലാതെ മസാലയൊന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ തക്കാളി ഇതുപോലെ കടിക്കുന്നത് വലിയൊരു ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ മീൻകൂട്ടാനിൽ ഇത്തിരി തക്കാളി ഇല്ലെങ്കിൽ പറ്റൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് അവളെ കണ്ണ് വെട്ടിച്ച് ഞാൻ മിക്സിയിൽ നല്ലോണം അരയ്ക്കും. അപ്പോൾ പിന്നെ തക്കാളി കടിക്കാനൊന്നും കിട്ടൂലല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? അങ്ങനെ ഇതാക്കണു. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ. പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്നുകൊണ്ട് എണ്ണ തെളിഞ്ഞാൽ നമ്മളെ കറിക്ക് വേറൊരു രുചിയാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്നും അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് തക്കാളിയൊക്കെ. അപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ എണ്ണയൊന്നും അങ്ങനെ തെളിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും വേണ്ടില്ല, നല്ലോണം ഇളക്കി കൊടുത്താണ്ട് ഇനി അതിൽ ഇത്തിരി പുളിവെള്ളം ഒഴിക്കട്ടെ. അപ്പം മീൻ കൊണ്ടുവന്ന പാടത്തിന് ഇത്തിരി പുളിയുടെ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ, ഒന്നെങ്കിലേ അത് കുതിർന്ന് വരുള്ളൂ. അപ്പോൾ ആ വെള്ളമൊക്കെ കുറച്ചാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി പുളിവെള്ളം ഒന്ന് നല്ലോണം തിളക്കട്ടെ. അതിന് ശേഷം വേണം നമ്മൾ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുമ്പ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഉപ്പും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിള വരട്ടെ. പിന്നെ അപ്പോഴേക്കിന് നമ്മളെ ചോറൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചോറ് വന്തടുപ്പത്തേക്ക് നമ്മളെ മീൻ കറീൻ്റെ ചട്ടിയാണ്ട് വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഇനി വിറകടുപ്പിൽ കിടന്നിട്ട് തന്നെ വെന്തോട്ടെ കേട്ടോ. ഇനി തിളയൊക്കെ വന്നിട്ട് വേണം നമുക്ക് നമ്മളെ മീനിട്ട് കൊടുക്കാൻ. ഇനി അവിടെ കിടന്ന് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതാക്കണോ നീട്ടി പറഞ്ഞൊരു കൂട്ടാൻ തന്നെയാണ് മീൻകറി, നല്ല മത്തി. ഇത് ഇവിടെ ആക്കം പോലെ കിടന്നാവട്ടെ. അപ്പോഴേക്കും ഇതാക്കണം നമ്മളെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീനൊന്ന് വറക്കാൻ വെക്കുക കേട്ടോ. നമ്മളെ വത്തള മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിന് ഇതാക്കണം ഒരു പാനിലേക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്യാം. അപ്പോൾ ഈ വത്തള മീൻ കൊണ്ട് പീരൊക്കെ വെക്കുകയല്ലേ, നല്ല രസമാണ്. പീരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അവിയൽ പോലെ ഉള്ള പീര. അപ്പോൾ അവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൂപ്പര് വരുമ്പോഴേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ മക്കൾക്ക് ഇത് വറക്കണതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇപ്പം ഒന്ന് വറക്കണത്. കഴിക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാനൊരു ത്രില്ലല്ലേ. അടുപ്പത്തുള്ള മീൻകൂട്ടാൻ അങ്ങനെ തിള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചതാക്കണം 2 കപ്പുണ്ട്, ഇതൊന്നും പുഴുങ്ങിയിട്ട് കപ്പി മീൻകൂട്ടാനും കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊത്തി നോക്കിയ സമയത്ത് ഇതാക്കണം ഇതിനൊക്കെ ഓരോ ചെറിയൊരു കറുത്ത കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കപ്പയ്ക്ക് പഴക്കമുണ്ട്. അങ്ങനെ ഒന്നങ്ങനെ ചെത്തി നോക്കുമ്പോൾ കറുത്ത കളറായി തോന്നിട്ടോ. രണ്ടാമത്തതും അതേപോലെ നോക്കുമ്പോൾ അതിലേറെ കറുപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ മെനക്കെടാൻ മാത്രമുള്ള പരിപാടിക്കൊന്നും നിൽക്കുക നല്ലത്. അപ്പോൾ കപ്പേൻ്റെ ചേലും കോലും ഇങ്ങനെ ആയപ്പോൾ പിന്നെ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി ഇതിന് മെനക്കെടാനാവില്ല, അപ്പോൾ അത് പോട്ടെ. അപ്പോൾ കപ്പ ഇല്ലെങ്കിൽ എന്താ നമുക്ക് കാച്ചിലുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇതാക്കണം ഞാനൊരു കാച്ചിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ചെത്തി തോലൊക്കെ ഒന്ന് ചെത്തിയതിന് ശേഷം ഇതൊന്നും പുഴുങ്ങാൻ വെക്കാം കേട്ടോ. പക്ഷേ മീൻ കറിക്ക് ഇത് സ്യൂട്ടല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ടൊരു ചമ്മന്തി അരയ്ക്കും. അപ്പോൾ അതൊക്കെ ചെത്തി നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് തന്നെ നല്ലോണം അത് കഴുകിയിട്ടിട്ടുണ്ട്. ശേഷം ഇതാക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് ഒന്നത് വേവിക്കാൻ വെക്കട്ടോ. അപ്പോൾ നമ്മളെ മീൻകൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലിത്തിരി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ ഇലയൊന്നുമല്ല, മല്ലിച്ചപ്പിൻ്റെ തണ്ടേ ഉള്ളൂ. അപ്പോൾ ഉള്ള തണ്ടാണ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ഇവിടെ വാങ്ങി വെക്കുകയാണ്. ഇനി അതിന് നമ്മൾ എന്തായാലും നല്ല ചൂടടുപ്പുള്ളതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമ്മളെ കാവത്ത് അല്ലെങ്കിൽ കാച്ചിൽ എന്ന് പറയുന്ന ഈ സാധനം ഇതിൽ വെച്ചിട്ടാണ്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇനി ഇതൊന്നുകൊണ്ട് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി വേറെ കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ചെയ്യാണ്ട്. അപ്പോൾ ഇതാ മീൻ ഇവിടെ ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ലോണം കത്തണമുണ്ട്. ഇനി ഞാനൊന്നുകൊണ്ട് പോട്ടെ പുറത്തേക്ക്. അപ്പോൾ ചെമ്പരത്തിത്താളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് എടുത്തതാണ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്.
ഇനി നമുക്ക് തലയിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അടുക്കളയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നത് പൈപ്പ് വെള്ളമാണെങ്കിൽ അതുകൊണ്ടാണോ അതോ ഇനി നമ്മളെ കല്യാണത്തിനൊന്ന് മുടി നീട്ടിയിരുന്നു കേട്ടോ, അതിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ചെയ്തിരുന്ന മുടി ഇങ്ങനെ ഇരുന്നു കേട്ടോ, ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇനി ചെയ്തിട്ടാണോ എന്താ അറിയില്ല, മുടി ഇപ്പോൾ ഭയങ്കരമായിട്ട് തന്നെ കൊഴിയുന്നുണ്ട്. നല്ല താലിയൊക്കെ തേച്ചിട്ട് ഒറ്റ ദിവസങ്ങൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട്. എത്ര ദിവസം ഒന്നും അറിയില്ല, എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസമായി അങ്ങനെ ചെയ്തിട്ട്. ഒന്നിടവിട്ട ദിവസങ്ങൾ ഒന്ന് അത്യാവശ്യം നല്ല എണ്ണയൊക്കെ തേച്ചിട്ട് ഈ ചെമ്പരത്തിത്താളി മാത്രം, ഇത് വേറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു കോഴിമുട്ടൻ്റെ വെള്ളമൊക്കെ ഒന്ന് അങ്ങനെ എടുത്ത് തേച്ച് കൊടുക്കും, ഇച്ചിരി ചെറുനാരങ്ങയൊക്കെ ഇട്ടിട്ട്. പക്ഷെ അങ്ങനെ കൊഴിയുമ്പോഴേ ഇതുണ്ടോ മാറിക്കോളും. ചെമ്പരത്തി ഏതായാലും നമ്മളെ വീട്ടിലുള്ളതല്ലേ, അതിനിപ്പോൾ വല്ലാതെ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പലരും നല്ലോണം ഒന്ന് മസാജൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കും. പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ, നമ്മളെ അടുക്കളയിലുള്ള പണികളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം സമയം വേണം. അപ്പോൾ എന്തായാലും അടുക്കളത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. സമയം നോക്കിയിട്ടൊന്നും കാര്യമില്ല, നമ്മളെ തലമുടി നോക്കാനുള്ളത് നമ്മൾ തന്നെ അല്ലേ. 10 മിനിറ്റ് ഒന്ന് തലയിൽ എണ്ണ നിൽക്കട്ടെ കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്കിത് താളിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടോ, മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയം കണ്ടോ, കുറച്ച് നേരമായി അരച്ച് വെച്ചിട്ട് തേക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അടുക്കളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലോണം അത് അരഞ്ഞിട്ടുണ്ടെന്നാൽ പിന്നെ അത് അരിക്കേണ്ടൊന്നും ആവശ്യമില്ല, നമുക്ക് അപ്പാടെ തേച്ചിട്ട് കഴുകി കളയാം. അപ്പം ഞാൻ ഇതൊക്കെ തേച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കി കുളിക്കൊക്കെ ചെയ്യട്ടെ. സമയം കുറേ ആയി, സമയം എത്രയായി നോക്കട്ടെ, 11:30 പണിയായി കേട്ടോ. ഇന്നലത്തെ മോരുകറി ഉണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ നമ്മുടെ മത്തിക്കറിയുണ്ട്, ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല ചീനമുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, മീൻകറി. അപ്പോൾ നമ്മളെ കാച്ചിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാച്ചിൽ കാവത്ത്, ഞങ്ങൾ കാവത്ത് എന്ന് പറഞ്ഞിട്ട് പറയൽ, ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചീനമുളക് ചമ്മന്തി അരച്ചു കേട്ടോ. മീൻകറി കഴിച്ച് നോക്കുമ്പോഴൊക്കെ അത് ഒന്ന് ടേസ്റ്റ് നോക്കി, അപ്പോഴേക്ക് അത്ര ഇഷ്ടമായില്ല മീൻകറി. ഇതിക്ക് കപ്പയ്ക്കൊക്കെ അടിപൊളിയാണ്, ഇതിക്ക് മീൻകറി വെച്ചിട്ട് എന്തോ എനിക്കത് ഇഷ്ടമായില്ല. അപ്പം ഞാൻ വേഗം ഒരു ചമ്മന്തി ആക്കി, നല്ല ചീനമുളക് ചമ്മന്തി. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ സമയം 12 മണിയായി. അപ്പം ഞാനിനി ചോറിനണ്ട, ഇനിത് മതി. പിന്നെന്താ, എന്നാൽ ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ. അടിപൊളിയാ. കട്ടൻ ചായ കൂടി വേണമായിരുന്നു. ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ചായ വെച്ചാൽ ശരിയാവില്ല ചേട്ടാ.